3 അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA കേസ് ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ്. ആരാണ് ഈ ലഹരി മാഫിയയെ നിയന്ത്രിച്ചിരുന്നതെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ കേസിലെ മുഖ്യ സൂത്രധാരനെ പോലീസ് തിരിച്ചറിഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഷിൻഡോ ഷിബു എന്ന 22-കാരനാണ് ലഹരി ശൃംഖലയ്ക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പിടിയിലായ അധ്യാപികമാർ അടക്കമുള്ള പ്രതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റാക്കറ്റിന്റെ പ്രധാന കണ്ണിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായ കേസിൽ ലഹരി ശൃംഖലയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ബാബു എന്ന 22-കാരനാണ് ഈ വൻ ലഹരി ഇടപാടുകളുടെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് ഉറപ്പിച്ചു. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഓൺലൈൻ ഡെലിവറി ഏജന്റും ഇരിട്ടി സ്വദേശിയുമായ ജിജിൻ കുര്യാക്കോസിനെ കേന്ദ്രീകരിച്ച് നടത്തിയ സാമ്പത്തിക പരിശോധനയാണ് ഷിൻഡോയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. പിടിയിലായ അധ്യാപികമാർ ലഹരി മരുന്നിനായുള്ള തുക കൈമാറിയിരുന്നത് ജിജിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോ ഷിബുവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കോടികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഈ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുള്ളത്. ലഹരി ഇടപാടുകൾ പുറത്തു വന്നതോടെ ഒളിവിലായ ഷിൻഡോ ഷിബുവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾക്കായി അയൽ സംസ്ഥാനങ്ങളിലടക്കം പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. ഷിൻഡോ പിടിയിലാകുന്നതോടെ ലഹരി റാക്കറ്റിന്റെ കൂടുതൽ വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ട ഉന്നതരുടെ പേരുകളും പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. വടകരയിൽ 2 ഗ്രാം MDMAയുമായി ഫസ്വാൻ എന്ന യുവാവിനെ പിടികൂടിയതോടെയാണ് കേസിന് തുടക്കം. ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പേരാമ്പ്ര BRCയിലെ അധ്യാപിക കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി കണ്ടെത്തി. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ സുഹൃത്തുക്കളും അധ്യാപികമാരുമായ കാവ്യ, നീഷ്മ എന്നിവരിലേക്കും അന്വേഷണം എത്തുകയായിരുന്നു. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് 3 പേരുടെയും അക്കൗണ്ടുകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്നിട്ടുള്ളത്. ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പണമയച്ചു നൽകിയ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെയും തുടർന്ന് അറസ്റ്റ് ചെയ്തു. 6 മാസത്തിനിടെ 1 കോടിയുടെ ഇടപാടുകളാണ് ഇയാൾ നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.